ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ കുഞ്ഞു യാത്രകൾ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ നമ്മുടെ യാത്ര തഞ്ചാവൂരാണ് കേട്ടോ. തഞ്ചാവൂരിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. തഞ്ചാവൂരൊരു പുരാതന ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ തഞ്ചാവൂർ എൻട്രി ആയിട്ടുണ്ടേ. കണ്ടോ, രാവിലെ തന്നെ എന്താ തിരക്ക് ടൗണിലൊക്കെ കണ്ടോ. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് റോക്ക് ടെമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ കണ്ടോ രാവിലെ തന്നെ ഒരു 9:30 ആയിട്ടുള്ളൂ ടൈം കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ കേട്ടോ ടൗണിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മൾ തഞ്ചാവൂരിന്റെ വിശേഷങ്ങളാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോ രാവിലെ ആയുള്ളെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. റോട്ടിൽ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. പിന്നെ തഞ്ചാവൂർ അത്യാവശ്യം നല്ല ഫേമസ് സിറ്റിയാണല്ലോ, അതിൻ്റേതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കേട്ടോ തഞ്ചാവൂര്. തഞ്ചൈ രാവിലെ തന്നെ എത്രയോ വിസിറ്റേഴ്സ് ആണ് കണ്ടോ. ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇവിടത്തേക്ക് വരാൻ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ടെമ്പിള്. ഇതാണ് ഇപ്പോൾ സംഭവം. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് എങ്ങോട്ട് എത്തണം കേട്ടോ. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. റോഡാണെങ്കിലും അത്യാവശ്യം ക്രൗഡാണ്. ടെമ്പിളിൻ്റെ മുന്നിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്രൗഡാട്ടോ. അപ്പോൾ ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ ഒരു 10, 9:45, 10 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല തിരക്കാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. കണ്ടോ, ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഇത്രയും ആളുകൾ റോഡ് ക്രോസ് ചെയ്യാനുണ്ടാവും. അവർ ചാനൽ എൻ്റെ കുഞ്ഞു യാത്രകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിളിന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗ് ടെമ്പിളിന്റെ വിശേഷങ്ങളാണ്. അടിപൊളിയാണ് കേട്ടോ. റോക്ക് ടെമ്പിൾ എന്നും പറയപ്പെടും, അതുപോലെ തന്നെ ബൃഹദീശ്വര ടെമ്പിൾ എന്നും അറിയപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങള് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഉള്ളില് ഒത്തിരി കാണാനുണ്ട് കേട്ടോ. സംഭവം പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, രാവിലെ ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല ക്രൗഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡാണ്. എന്താ പറയാന്ന് വെച്ചാല് അതിപുരാതനമായിട്ടുള്ളൊരു ടെമ്പിളാണ് റോക്ക് ടെമ്പിൾ, അതുപോലെ തന്നെ ബിഗ് ടെമ്പിൾ എന്നൊക്കെ പറയും. ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ പെരിയ ടെമ്പിൾ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഒറ്റ കല്ലില് പണിത ടെമ്പിളാണ് എന്നാണ് ഇതിൻ്റെ ഇത്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബിഗ് ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ, ഏകദേശ രൂപം ഇതാണ് കേട്ടോ. നമ്മളിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബൃഹദീശ്വര ടെമ്പിൾ കണ്ടോ, തഞ്ചാവൂർ ആൻഡ് ദ ചോള ഡൈനാസ്റ്റിയാണ് കേട്ടോ. അതിന്റെ ലൊക്കേഷൻ ഇതിന്റെ ഒരു അകം ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ ഇതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു അകം എന്ന് പറയുന്നത്.
ഇതൊരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇതൊരു നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയാണ് കണക്കാക്കുന്നത്. പുറത്തോട്ടൊന്ന് പോയി നോക്കാം. വാടമ്പല സംഭവം കണ്ട, ഇതിൻ്റെ അകത്തിങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ അകത്തിങ്ങനെ ഒരു സംഭവമുണ്ട്. അകത്ത് നിന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കവാടത്തുനിന്ന് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അങ്ങനെ കവാടം നമുക്ക് രണ്ടാമത്തെ എൻട്രൻസിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് മൂന്നാമത്തെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് മൂന്നാമത്തെ എൻട്രൻസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് കവാടാണിത്. കണ്ടോ, ഫസ്റ്റ് എൻട്രൻസ് ഇതാ ഈ സംഭവമാണ് ഫസ്റ്റ് എൻട്രൻസ്. കണ്ടോ, സെക്കൻഡ് ആണിത് കേട്ടോ. കണ്ടോ, ഇതാണ് സെക്കൻഡ് കവാടം. കണ്ടോ, ഇതിൻ്റെ മുകളിലോട്ട് കണ്ടോ നോക്കി. ഇതൊരു ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇതൊരു നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയാണ് കണക്കാക്കുന്നത്. നമുക്കിതാക്കണം. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബൃഹദേശ്വര ടെമ്പിൾ കണ്ടോ, തഞ്ചാവൂർ ആൻഡ് ദ ചോള ഡൈനാസ്റ്റിയാണ് കേട്ടോ. അതിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ ഒരു അകം ഇങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ ഇതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു അകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എൻട്രൻസിൽ നിന്ന് നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് മൂന്നാമത്തെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് മൂന്നാമത്തെ എൻട്രൻസ് ആണ്. കണ്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. രാവിലെ ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ. കണ്ടോ, ചപ്പിലിവിടെ ഊരി വെക്കണം എന്നാണ് പറയുന്നത്, ഇവിടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ ചപ്പിന് കൊടുക്കുന്ന സ്ഥലമുണ്ട്. കണ്ടോ, ഇത് ഫുള്ള് കല്ലാണ് കേട്ടോ. കണ്ടോ, ഒറ്റ കല്ലിൽ പണിത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ, ക്യൂ ആണേ. ഇവിടെ എൻട്രൻസ് ആണ്, ഇവിടെ ക്യൂ നിൽക്കുന്നത്. ക്യൂ നിൽക്കണം എന്നാട്ടോ പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യൂ നിൽക്കണം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല ശബ്ദമാട്ടോ, കാരണം അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് കണ്ടോ. നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതൊക്കെ ഈ കുട്ടികളൊക്കെ മലയാളി കുട്ടികളാണ്, സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇത് വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. സംഭവം നമ്മളെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ, അതുപോലെ ആന്ധ്ര, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ആരാധനയൊന്നും അല്ല കേട്ടോ, ആരാധനക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെമ്പിളല്ല. അതായത് ഇത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതിന് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, വിദേശികളും ഉണ്ട് കേട്ടോ. കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കണ്ടോ, ഇതിലൊക്കെ അധികം മലയാളി കുട്ടികളാട്ടോ, കുറേ മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അല്ലൂസിന് കളിക്കാൻ നല്ല വിശാലമായ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അല്ലൂസ് കളിക്കാനുള്ള സ്ഥലം നോക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫേമസ് സംഭവം എന്ന് പറയുന്നത്. ഈ കാണുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആകെ മൊത്തം ടോട്ടൽ. ഇതാണ് നടുക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ചുറ്റും ഇതിങ്ങനെ മതിൽ കെട്ടിയ പോലെ ഉള്ള ഒരു സംഭവം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചരിത്രം നോക്കാം കേട്ടോ. അതായത് തമിഴ്നാട്ടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് കേട്ടോ ബൃഹദീശ്വര ടെമ്പിൾ എന്നറിയപ്പെടുന്ന ബിഗ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. AD 1003-നും 1010-നും ഇടയിൽ ചോള രാജാവായ രാജരാജ ഒന്നാമനാണ് കേട്ടോ ഇത് നിർമ്മിച്ചത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഒരു മഹത്തായ ഉദാഹരണം തന്നെയാണ് ഈ ടെമ്പിൾ കേട്ടോ. ഗ്രേറ്റ് ലിവിങ് ചോള ക്ഷേത്രങ്ങളുടെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിലും ഒന്നാണ് കേട്ടോ ഈ ക്ഷേത്രം, ബിഗ് ടെമ്പിൾ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇത്
നമ്മളെ പ്രതിഫലിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല, അതുപോലെ തന്നെ വാസ്തുവിദ്യ, വെങ്കല ശില്പം എന്നിവയിൽ ചോള രാജവംശത്തിൻ്റെ നേട്ടങ്ങൾ ആണ് കേട്ടോ ഈ സംഭവം കാണിച്ച് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ദ്രാവിഡ വാസ്തുവിദ്യയാണ് കേട്ടോ ഇത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ 1-ാം നമ്പർ ഉദാഹരണമാണ് ഈ ടെമ്പിൾ. ഇതിൻ്റെ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഗോപുരങ്ങളാണ് കേട്ടോ. പിന്നെ ശില്പങ്ങളുമാണ്. അതാണ് സംഭവം. പിന്നെ ഇത് സമർപ്പണം എന്താണെന്ന് വെച്ചാൽ ശിവന് സമർപ്പണമാണ്. കാരണം ഒരു വലിയ ലിംഗത്താൽ പ്രതിദാനം ചെയ്യുന്ന ശിവനാണ് ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാനൈറ്റ് ക്ഷേത്രം എന്ന പ്രത്യേകത ഈ ടെമ്പിളിനാണ് ഇട്ടുള്ളത്. അതായത് ഏകദേശം 1,30,000 ടണ്ണ് ഗ്രാനൈറ്റ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ഒരു വലിയ നന്ദി പ്രതിമ ഇവിടെ ഉണ്ട് എന്നാട്ടോ പറയുന്നത്. ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തത് അതിനെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. അതായത് ഇതിൻ്റെ ഗോപുരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോപുരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബിഗ് ടെമ്പിളിൻ്റെ സവിശേഷതകളും ഹിസ്റ്ററിയും ഒക്കെ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് നമ്മളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ ബിഗ് ടെമ്പിൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇതിനെക്കുറിച്ച് പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരെങ്കിലുമൊക്കെ തമിഴ്നാട് അതുപോലെ തന്നെ തഞ്ചാവൂരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ ബിഗ് ടെമ്പിൾ. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇതൊക്കെ സംഭവമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തഞ്ചാവൂർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഇത്. കണ്ടോ പ്രതീക്ഷ കണ്ടോ എത്ര ജനങ്ങളാണ് കണ്ടോ. കണ്ടോ അതാണ് സംഭവം. ഇതാണ് അതിൻ്റെ മോസ്റ്റ് സംഭവം കേട്ടോ. അതാണ് അതിൻ്റെ ഇത്. അങ്ങനെ അതിൻ്റെ ഇത് കണ്ടോ. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സംഭവമാണ് കേട്ടോ. കണ്ടോ ഒത്തിരി പേരുണ്ട് കേട്ടോ. എൻ്റെ ബാക്കിലൊക്കെ കണ്ടോ ഒത്തിരി പേരുണ്ട് കണ്ടോ. അപ്പോൾ ബിഗ് ടെമ്പിളിൻ്റെ വീഡിയോ നമ്മൾ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അതുപോലെ തന്നെ അടിപൊളി പ്ലേസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻസ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇടാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കേട്ടോ. അല്ലൂസിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ വിശദമായിട്ടൊന്ന് കാണട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട്